എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് കുംഭമാസം 15-ാം തീയതിയാണ്. 27/2/2026 വെള്ളിയാഴ്ച. അങ്ങനെ നമ്മുടെ ഫെബ്രുവരി ഒരു ദിവസം കൂടിയേ ഉള്ളൂ. നമുക്കടുത്ത മാർച്ചിലോട്ടാണ് നമ്മളടുത്ത ദിവസം കടക്കുന്നത്. ഇന്നത്തെ ദിവസം വളരെ ഒരു നല്ല ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് പതുപോലെ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി കാണുന്നു. മാനസികമായും ശാരീരികമായും ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. കേസ്, വഴക്ക് തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതിർ തർക്കം, വസ്തു തർക്കം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വലിയ പ്രോജക്റ്റുകളുടെ സ്റ്റേ ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള പിഴ അടയ്ക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അടച്ചു തീർക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ഉച്ചയോടുകൂടി ചില നല്ല മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. സ്വന്തം ആളുകളിൽ ചിലർക്ക് വളരെ നല്ല ഭാഗ്യം വരുന്നതുണ്ട്. പ്രത്യേകിച്ച് സന്താനങ്ങൾക്കോ സഹോദരങ്ങൾക്കോ സ്പൗസിനോ പങ്കാളിക്കോ ഒക്കെ ബുദ്ധിമുട്ടുകളില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതായിട്ട് കാണുന്നു. അതുകൂടാതെ അവർക്ക് വിദേശത്തോ അല്ലെങ്കിൽ അവർക്ക് യാത്രയ്ക്കോ ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന കണ്ട് സന്തോഷിക്കാനുമൊക്കെ ഇടയുള്ള ഒരു ദിവസമായിരിക്കും. വയറിന് അസുഖമുള്ളവർക്ക് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അത് അധികരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് സ്ട്രെസ്സ് കുറയ്ക്കുന്നത് നന്നായിരിക്കും. വളരെ സാവകാശം മനസ്സംയമനത്തോടു കൂടി പ്രാർത്ഥിക്കുകയും 2 നേരം കുളിക്കുകയും ചെയ്താൽ ഒരുവിധം പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകുക. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്ന് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായി കാണുന്നു. അടുത്ത ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ സ്വന്തം ആളുകൾക്ക്, വളരെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ ഇന്ന് വളരെ നല്ല ഭാഗ്യം കൈവരുന്നതായി കണ്ട് മനസ്സിന് സന്തോഷമുണ്ടാകുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണം അല്ലെങ്കിൽ സ്റ്റേ ഉള്ള വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ അനക്കം വയ്ക്കുന്ന ദിവസമാണ് ഇന്ന്. സാമ്പത്തികമായി ധനസഹായം തേടിക്കൊണ്ടിരിക്കുന്ന ആളിന് ധനസഹായം വന്നു ചേരുന്നതാണ്. സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും വളരെ അനുകൂലമായ ചില അവസരങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇത്. പ്രത്യേകിച്ച് അഭിനേത്രികൾക്കും സംവിധായകർക്കുമൊക്കെ ഇന്നത്തെ ദിവസം പുതിയ അവസരങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണകരമായിരിക്കുകയില്ല. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകളോ സാങ്കേതികമായ തടസ്സങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നം കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് വിയോഗം വരുവാനും സാധ്യതയുണ്ട്. എങ്കിൽ കൂടിയും അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ മുൻപോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കുന്നത്. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. സമ്മാനങ്ങൾ ലഭിക്കുകയും ഇത്രയും നാളും ഉണ്ടായിരുന്ന ചില സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില വഴക്കുകളിലോ കേസുകളിലോ ഒക്കെ ഇടപെടാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ആത്മസംയമനം പാലിച്ച് മുൻപോട്ട് പോവുക. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. എന്നാൽ മൃഗങ്ങളുമായി ഇടപെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സേവനമോ സഹായമോ ഫാം ഹൗസുകളോ ഒക്കെ നടത്തുന്നവർക്ക് വീഴ്ച, ഒടിവച്ചതവ് ഇവ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഈ കുറേ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസുഖങ്ങൾക്ക് ഒരു പരിധിവരെ ഇന്ന് പരിഹാരം ലഭിക്കുവാനുള്ള ഒരു മാർഗം ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. എന്നാൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി കാണുന്നു. നിയമപരമായ ചില പ്രശ്നങ്ങളിൽ ചെന്ന് പെടുവാൻ സാധ്യതയുണ്ട്. യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോൾ മുൻകരുതലുകൾ എടുക്കുക. ഹെൽമറ്റ് ധരിക്കുക, അല്ലെങ്കിൽ വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കൂടാതെ വൃദ്ധജനങ്ങളുമായി കലഹിക്കുവാനും അവരുടെ മനസ്താപം ഏൽക്കുവാനും
കാര്യഭംഗം വരുത്തുവാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ വളരെ ആത്മസംയമനം പാലിച്ച് വേണം മുൻപോട്ട് പോകുവാനായിട്ട്. കാലിനോ കൈയിനോ പരിക്കേൽക്കുവാൻ സാധ്യതയുള്ളത് ഒഴിവാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പോവുക. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. സ്പോർട്സ് കാര്യങ്ങളിലൊക്കെ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷപ്രദമായ റിസൾട്ടുകൾ ലഭിക്കുന്ന ദിവസമാണ്. കേസ് വഴക്കൊക്കെ ആയിട്ട് ഇടപെട്ട് നടക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. അടുത്തായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ തിരക്കുള്ള ഒരു ദിവസമായിരിക്കും. ബിസിനസ്സുകാർക്ക് ധാരാളം ലാഭം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ പ്രതീക്ഷിച്ചിരിക്കാത്ത അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുന്ന ദിവസമാണ് ഇന്ന്. എന്നാൽ പങ്കാളിയുമായി ചില തർക്കങ്ങൾക്ക് ഇടവരുന്ന ഒരു ദിവസമായിരിക്കും. കുടുംബത്തിൽ കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളെ കൊണ്ട് വളരെയധികം മനസ്സമാധാനം ലഭിക്കുന്ന ദിവസമാണെങ്കിൽ കൂടിയും അവർക്ക് വേണ്ടി ധനം ചെലവാക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് കൊണ്ട് കുറച്ച് മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ മൂലം അപവാദം കേൾക്കുവാൻ ഈ കൂറിലുള്ള പൂരം നക്ഷത്രക്കാർക്ക് സാധ്യത കൂടുതലാണ്. വളരെ ശ്രദ്ധിക്കുക. കൂടാതെ സ്ത്രീകൾ മൂലം ധനനഷ്ടം വരുവാനും സാധ്യത കാണുന്നു. ഓരോ പടിയും ശ്രദ്ധിച്ചു പോയാൽ വളരെ നന്നായിരിക്കും. പുതിയ സുഹൃത്ത് വലയത്തിൽ പെടുവാനും അത് പിന്നീട് വളരെയധികം ദോഷത്തിലേക്ക് ചെന്ന് വീഴുവാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണകരമായ അനുഭവങ്ങളായിരിക്കില്ല വരുന്നത്. ചില മാനസിക പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ഡിപ്രഷൻ വരെ ഉണ്ടാവുകയും ചെയ്യുന്ന തരത്തിലുള്ള ചില തിക്താനുഭവങ്ങൾ ഗ്രഹത്തിൽ നിന്നോ ഗ്രഹാന്തരീക്ഷത്തിൽ നിന്നോ കൊളീഗിൽ നിന്നോ ഒക്കെ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. കൊളീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, സഹപ്രവർത്തകർ, അവരിൽ നിന്നൊക്കെ ചില ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. പകയും വൈരാഗ്യവും ഒന്നും സൂക്ഷിച്ചു വയ്ക്കാതെ ഇരിക്കുക. നമ്മൾ വിരോധത്തോടു കൂടി ഒരാളെ നോക്കുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ നമ്മൾ അറിയാതെ തന്നെ അവരിലേക്ക് വന്നു ഭവിക്കുകയും തിരിച്ച് വളരെ വിപരീതമായ അനുഭവങ്ങൾ വന്ന് ഭവിക്കുകയും ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ പ്രസന്നവതരായും അല്ലെങ്കിൽ പ്രസന്നവദനരായും ഒക്കെ മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷിക്കാത്ത ചില ലാഭങ്ങൾ ബിസിനസ്സുകാർക്കുണ്ടാകും. ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കും. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ അഭിനയ കലയിൽ, അതായത് നൃത്തം, കഥകളി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. പുതിയ പ്രോഗ്രാമുകൾ, പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കുവാനുള്ള അറിയിപ്പ് ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിവാഹത്തിനുള്ള അനുമതി ലഭിക്കുകയോ അല്ലെങ്കിൽ വിവാഹം നടക്കുമെന്നുള്ള ഉറപ്പ് വരികയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള ദിവസമാണ്. അതേപോലെ വിവാഹാദി കാര്യങ്ങളിൽ ഇടപെടുന്നവർക്കും വളരെ അനുകൂലമായ ദിവസമായിരിക്കും. ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷകരമായ ഒരു ദിവസമായിരിക്കും. പുതിയ വാഹനം, പുതിയ ഗ്രഹം അല്ലെങ്കിൽ പുതിയ വസ്ത്രങ്ങൾ, വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പങ്കാളിയുമായി ചെറിയ വിഷയങ്ങൾക്ക് കലഹിക്കുവാനും മനക്ലേശമുണ്ടാകുവാനും സാധ്യതയുണ്ട്. ആത്മസംയമനം പാലിക്കുക. തനതായ ദേഷ്യഭാവം ഉപേക്ഷിച്ച് വളരെ പ്രസന്നവദരായി തുടരേണ്ടതുണ്ട്. കൂടാതെ കേസ് വഴക്ക് കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു വിധി കേൾക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ വയ്ക്കുന്നത് നന്നായിരിക്കും. ചില തട്ടുമുട്ടലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ചിലർക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്നറിഞ്ഞ് മനക്ലേശമുണ്ടാകുവാനും സാധ്യത ഉള്ളതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. സന്തോഷത്തോടു കൂടി മുൻപോട്ട് പോകുക. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ
ഒരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ വളരെ ശ്രദ്ധേയമായിരിക്കും. വൈദ്യസഹായം തേടേണ്ട ഒരു അവസരം വന്നാൽ തന്നെയും വളരെ സുഗമമായി ആരോഗ്യം പരിരക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ചില സന്തോഷങ്ങൾ വരുന്നത് കണ്ട് സമാധാനം ഉണ്ടാകുവാനും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിനനുകൂലമായ മറുപടി ലഭിക്കുവാനുമൊക്കെ സാധ്യതയുണ്ട്. മത്സര പരീക്ഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയം കൈവരിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. സന്താനങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് സന്തോഷം അനുഭവിക്കാനൊക്കെ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. ബന്ധുക്കൾക്ക് ഏറ്റവും അധികം അനുകൂലമായ ചില ഉപദേശങ്ങൾ കൊടുത്ത് അവരിൽ നിന്ന് അഭിനന്ദനങ്ങൾ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. കലാകാരന്മാർക്ക് ഏറ്റവും നല്ല ദിവസമായിരിക്കുമെന്ന്. അതുകൂടാതെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായികമായ ജോലികൾ ചെയ്യുന്നവർക്കും വളരെയധികം അനുകൂലമായ ഒരു ദിവസമാണ്. മണ്ണുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഇന്ന് പ്രതീക്ഷിച്ചിരിക്കാത്ത ചില ഭാഗ്യങ്ങൾ കൈവരുവാൻ സാധ്യതയുണ്ട്. അതേപോലെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. വായ്പ പദ്ധതികൾ നടപ്പാക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അത് നടപ്പാക്കുവാനും അല്ലെങ്കിൽ വായ്പ വാങ്ങുന്നവർക്ക് അത് ലഭിക്കുവാനുമൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും. മാതാപിതാക്കൾക്കുള്ള അരിഷ്ടത, കഷ്ടത, ബുദ്ധിമുട്ടൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാനും ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. എന്നാൽ കേസ്, വഴക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നിയമപാലകർക്കും നിയമം കൈകാര്യം ചെയ്യുന്നവർക്കും പ്രതികൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമാണ്. എങ്കിൽ കൂടിയും വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ് ഇന്നത്തെ ദിവസം. കാരണം ചില വാക്കുകൾ കൊണ്ട് വലിയ വഴക്കുകൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതായി കാണുന്നു. അതിർ തർക്കമോ അല്ലെങ്കിൽ വീട്ടിലുള്ള കൂട്ടുകുടുംബമാണെങ്കിൽ അവരുടെ കൂട്ടുകുടുംബത്തിലുള്ള ആൾക്കാരുമൊക്കെ ആയിട്ട് സംസാരിച്ച് വിഷയത്തിലേക്ക് വരുവാനുമൊക്കെ സാധ്യത കാണുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ അവരവരുടെ വിശ്വാസമനുസരിച്ചുള്ള പ്രാർത്ഥന അനിവാര്യമായൊരു ദിവസമായിരിക്കും ഇന്ന്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. കായികമായ ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായ ദിവസമായിരിക്കില്ല. കുട്ടികളുടെ ഉപരിപഠനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുമൊക്കെ ഇന്ന് വളരെയധികം അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ധാരാളം ധനസഹായം അല്ലെങ്കിൽ സർക്കാരിൻ്റെ സഹായമൊക്കെ ലഭിക്കുവാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിട്ടാണ് കാണുന്നത്. ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ മെച്ചപ്പെടൽ ഉണ്ട്. പങ്കാളിയുടെ സന്തോഷം കണ്ട് സന്തോഷിക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരുന്ന ദിവസമാണ്. തൊഴിൽ രംഗത്ത് വളരെയധികം അഭിനന്ദനങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. ചെയ്തു തീർക്കാൻ പ്രയാസമുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അഭിനന്ദനങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ IT ഫീൽഡിലുള്ളവർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടമോ അല്ലെങ്കിൽ പ്രൊമോഷനുകളോ അനുകൂലമായ സ്ഥലമാറ്റവുമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റം കാണുന്നതുകൊണ്ട് ഉത്സാഹത്തോടുകൂടി കാര്യങ്ങളെല്ലാം നീക്കാൻ സാധിക്കുന്ന ദിവസമാണ്. മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന സന്തോഷവും അഭിവൃദ്ധിയും കണ്ട് സമാധാനിക്കുവാനും സാധ്യതയുണ്ട്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ ആത്മാർത്ഥമായി കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു.